ഇനി രേവതിയുടെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രപതിയുടെ ഡാൻസ് ക്ലാസ്സിലെ പെൺകുട്ടി പ്രഗ്നന്റ് ആയതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയും പ്രശ്നങ്ങൾ സച്ചി പരിഹരിക്കുക എന്നുള്ള വാക്ക് കൊടുത്തിട്ടാണ് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് കേട്ടോ. സച്ചിയും രേവതിയും കൂടി ചേർന്ന് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്നിട്ട് അമ്മയുടെ പ്രശ്നം എങ്ങനെയും പരിഹരിക്കണം, എന്നിട്ട് ചന്ദ്രമതിയുടെ മുന്നിൽ നല്ല പിള്ള ചമയണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് രണ്ടുപേരും കൂടി അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ശ്രുതിയുടെ ഐഡിയ ആണ് കേട്ടോ. പണം തന്നിട്ട് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറയുമ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും ദേഷ്യം പിടിക്കുകയും ഇങ്ങനൊരു കാര്യമാണല്ലോ വന്ന് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ശ്രുതിയെ അവിടെ കെട്ടിയിട്ടിക്കാണ്ട് റൂമിൽ അടച്ചിടുകയാണ് കേട്ടോ. ശ്രുതിയെയും അതുപോലെ ശ്രുതിയുടെ കെട്ട് അഴിച്ചു കഴിഞ്ഞാൽ ശ്രുതിയെയും അതുപോലെ തന്നെ കെട്ടിയിടുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് രണ്ടുപേരും ആ റൂമിൽ തന്നെ ഒതുങ്ങിയിരിക്കുമ്പോഴാണ് സച്ചിൻ രേവതയും കൂടിയിട്ട് ആ പയ്യനെയും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരെയും അങ്ങോട്ടേക്ക് വരുത്തിക്കുന്നുണ്ട്. അവരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തുവാണ് കേട്ടോ. ആദ്യം രണ്ടു കൂട്ടരും ഭയങ്കരമായിട്ട് അടിയുണ്ടാക്കുന്നുണ്ട്, ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അരിവാളൊക്കെ ആയിട്ട് വെട്ടണം എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ അവരങ്ങോട്ട് കയറി വരുന്നത്. പക്ഷേ സമാധാനപരമായിട്ട് സംസാരിച്ചിട്ട് രണ്ടുപേരും നല്ല സൗമ്യതയിലാക്കി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നുണ്ട്, സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട്. അത് കഴിഞ്ഞിട്ട് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ നല്ല കാര്യമാണ് മോനെ ചെയ്തത്, എന്നാൽ നിന്റെ ഏട്ടൻ ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അവൻ എന്താ ചെയ്തതെന്നുള്ള കാര്യം സച്ചി ചോദിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതുമാത്രമല്ല അതിന് വേണ്ടുള്ള പണം അവർ തരാന്നുള്ള കാര്യം കൂടി പറഞ്ഞു എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയെ കെട്ടിയിട്ട് ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സച്ചിക്കും രേവതിക്കും. സച്ചിൻ രേവതി ഈ രംഗം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരുടെയും മാനം പോവുമല്ലോ. കാണരുതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും കാണുവാണ്. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് സച്ചിയുടെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ, ഈ കാര്യം ആരും അറിയരുത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവർ കല്യാണമൊക്കെ ഏകദേശം ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ട് വീട്ടുകാരും കൂടി ചേർന്നിട്ട് നമ്മുടെ ബാമയുടെ വീട്ടിലേക്കാണ് ഇവിടെ ചെല്ലുന്നത്. അതും കുറേ ആൾക്കാർ കൂടി ചേർന്നിട്ട് ബാമയെ ചെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അവിടെ വെച്ചിട്ടാണല്ലോ ആ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ബാമയും അതുപോലെ ചന്ദ്രയും കൂടി ചേർന്നിട്ട് രണ്ട് വീട്ടുകാർക്കും കൂടി 10 ലക്ഷം രൂപ കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വിരട്ടിയിട്ട് പോവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ബാമയാണെന്നുണ്ടെങ്കിൽ ഓടി പഠിച്ചിട്ട് ചന്ദ്രമതിക്ക് അരികിലേക്ക് വരുന്നുണ്ട്. ബാമ വന്ന ഉടനെ തന്നെ പറയുന്നത്, എല്ലാം പോയി ചന്ദ്രയെ, എല്ലാം പോയി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നീ എന്തൊക്കെയാ പരസ്പര വിരുദ്ധമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഓരോന്ന് പറയുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ആ രണ്ട് കുട്ടികളുടെയും വീട്ടുകാർ വന്നിട്ട് അവിടെ വെച്ചിട്ടാണ് സംഭവം നടന്നത്, അതുകൊണ്ട് രണ്ടുപേർക്കും നഷ്ടപരിഹാരം വേണമെന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയുകയാണേ. നഷ്ടപരിഹാരത്തിന്റെ കാര്യം കേൾക്കുമ്പോഴേക്ക് തന്നെ സച്ചി കാര്യം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ദാ ഇവൻ ഒപ്പിച്ച പണിയാണ് അത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇവൻ എന്ത് ചെയ്തു എന്ന് ചന്ദ്ര ചോദിക്കുകയാണേ. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ അബോർട്ട് ചെയ്യാനും അതിന് നഷ്ടപരിഹാരം ഇവനും ഇതാ പൗഡർ എടുത്തും കൂടിയിട്ട് കൊടുക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് സച്ചി പറയാണേ. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ അങ്ങനെ ചെയ്തോടാ എന്ന് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എല്ലാം ശ്രുതി പറഞ്ഞിട്ടാണ് അമ്മയെ ചെയ്തതെന്നുള്ള കാര്യം പറയണേ. അപ്പോഴേക്കും ശ്രുതിയോടുള്ള ദേഷ്യം ചന്ദ്രമതിക്ക് വീണ്ടും കൂടുന്നുണ്ടേ. ഓഹോ, അപ്പോൾ ഇത് നിന്റെ പദ്ധതിയായിരുന്നു അല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ആൻറ്റി വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ശ്രുതിയും കൂടി ചേർന്നിട്ട് അവരുടെ അടുത്ത് പോയി സംസാരിച്ചത് എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ സംസാരിച്ചത് കൊണ്ട് എന്തായി, അത് കൂടുതൽ വഷളായില്ലേ എന്നുള്ള കാര്യം എല്ലാവരും ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്തിട്ട് നീ എന്തിനാടി ഇവനെയും കൂട്ടിയിട്ട് അവിടേക്ക് പോയെന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോൾ പ്രശ്നം പരിഹരിച്ചിട്ട് ആന്റിയെ സമാധാനപ്പെടുത്താന്ന കരുതിയെന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ശ്രീകാന്ത് ശ്രുതി ചേച്ചി എന്ന് കരുതിയിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ടാണ് സംസാരിക്കേണ്ടത്, അബോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നഷ്ടപരിഹാരം തരാമെന്നും ഇപ്പൊ കണ്ടില്ലേ വീണ്ടും അമ്മയെ അവർ വരട്ടാൻ വേണ്ടി ശ്രമിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എന്നെയും വരട്ടാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യം ബാമ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഇരുന്നോടന്ന് എഴുന്നേറ്റിട്ട് എടി ബുദ്ധി ഇല്ലാത്തവളെ, അന്ന് ഇതുപോലെ തന്നെ നീ മോഷ്ടിച്ച് സ്വർണം കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് പെടുത്തി, ഇപ്പോ ഈ പണിയും ചെയ്തു വെച്ചല്ലേ, എന്തിനാണ് ഇവനും കൂടെ പോയതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതിയെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, ഈ പ്രശ്നത്തിൽ നിന്ന് ആന്റിയെ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആന്റി സന്തോഷപ്പെടുന്നു വിചാരിച്ചു. ഓ, അപ്പൊ അതാണല്ലോ എന്നെ നിന്റെ ലക്ഷ്യം. അതിന് ഞാൻ സന്തോഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ സംസാരിച്ചാൽ മാത്രം പോരാ, നീ എന്താ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചോദിക്കുന്ന പണം നീ അങ്ങ് കൊടുത്തേക്കെന്ന് പറയണേ. അപ്പോഴേക്ക് ശ്രുതിയും അതുപോലെ ശ്രുതി ആകെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുവാണേ. അയ്യോ ആന്റി എന്താ പറയുന്നത്, എനിക്കെങ്ങനെയാ അത്രയും പണം കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്? അല്ല, നീയല്ലേ പോയി സംസാരിച്ചിട്ട് അവരെ പണം ചോദിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചത്? അല്ല ആന്റി, ക്ലാസ് നടത്തിയത് ആന്റി അല്ലേ, പിന്നെ അവർ രണ്ടുപേരും സ്നേഹിച്ചത് അവിടെ വെച്ചിട്ടല്ലേ ആ പെണ്ണ് കൺസീവ് ആവുകയും ചെയ്തത്? അപ്പോ ഇതിനെല്ലാം കാരണം ഞാനാണെന്നാണോ നീ പറയുന്നത്? അല്ല ആന്റി, ഞാൻ എങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ബാമേൻ്റെ അടുത്തല്ലേ അവർ പണം ചോദിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ബാമ എണീറ്റ് വന്നിട്ട് നീ വെറുതെ ഓരോന്ന് പറയില്ലേ,
ചന്ദ്രെ, എനിക്ക് അത്രയും പണമൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ ക്ലാസ് നടത്താൻ വേണ്ടി മാത്രമല്ലേ നിനക്ക് വീട് തന്നത്, അത് നീ മറക്കരുത്. ഇത്രയും നാൾ ഞാൻ വാടക പോലും മേടിച്ചിട്ടില്ല. ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിലും ബാമേ, ഞാൻ നിന്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞോ, ആ പണം ഇവള് കൊടുക്കും. അത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ശ്രുതിയെ നോക്കുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുവാണേ. ശ്രുതിയും കൈവിട്ടു എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട്, നോക്ക്, ആ പണം നീ കൊടുക്കണം, എന്നാലേ എനിക്ക് നിന്നോടുള്ള ദേഷ്യം തീരുള്ളൂ. അതെങ്ങനെയാ ആന്റി ഞാനെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും, ഇനി ഇതിൽ കൂടുതൽ നീ ഒന്നും സംസാരിക്കരുത്. ബാമേ, നീ അവരുടെ അടുത്ത് ഫോൺ ചെയ്തിട്ട് അവരോട് ചോദിച്ച പണം ശ്രുതി തരൂ എന്നുള്ള കാര്യം പറഞ്ഞേക്ക്. നീ വാ ബാമ എന്ന് പറഞ്ഞുകൊണ്ട് ബാമയും കൂട്ടിയിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോഴേക്കും ആന്റി പറയുന്നത് കേക്ക്, അത്രയും പണത്തിന് വേണ്ടി ഞാൻ എവിടെയാ പോവുക? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ കാരണമാണ് ഈ പ്രശ്നം വന്നത്. അപ്പോ ഈ പണം നീ തന്നെ കൊടുക്കണം. ഇതും നീ കള്ളം പറഞ്ഞത് കൊണ്ട് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷയാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി റൂമിലേക്ക് കയറി പോവാണ്. ശ്രുതി ആകെ കരഞ്ഞവിടെ ഇങ്ങനെ നിൽക്കുവാണേ. കരഞ്ഞു നിൽക്കുന്ന ശ്രുതിക്കരികിലേക്ക് വർഷ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ശ്രുതി ചേച്ചി, ആക്ച്വലി പ്രശ്നങ്ങൾ നിങ്ങളെ തേടി വരുന്നതല്ല, നിങ്ങളായിട്ട് തേടി പോകുന്നതാണ് എന്ന് പറഞ്ഞ് വർഷ അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞ് സച്ചി പറയുന്നുണ്ട്, വലിയ ബുദ്ധിശാലിത്തരമായിട്ട് ഓരോന്ന് പോയി ചെയ്തതല്ലേ, ഇപ്പോ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന്? ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ്.